രാകേഷ് ജുൻജുൻവാല മരിക്കുന്ന സമയത്ത് 35,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്, അല്ലെങ്കിൽ അതിന് മേളിൽ. ഈ 35,000 കോടി ആസ്തി ഉണ്ടായിരുന്ന ആള് അയാളുടെ ആദ്യ കാലത്ത് ഇറങ്ങിയ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന ഫോട്ടോ കണ്ടാൽ അറിയാം അയാൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അയാളുടെ ഫോട്ടോസ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും അയാൾ എത്രത്തോളം വലുതായി എന്നുള്ളത്. അയാൾ തന്നെ കൊടുത്ത ഇന്റർവ്യൂവിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തെല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ എൻ്റെ ഹെൽത്തിൽ മാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈ മമ്മൂട്ടിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ രജനീകാന്തിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ സൽമാൻ ഖാനെ കണ്ടിട്ടോ ഹൃതിക് റോഷനെ കണ്ടിട്ടോ അവൻ്റെ കാശുള്ളവൻ ഉണ്ട്, അവൻ എന്തും പറ്റുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിയുടെ എല്ലാം കാശുണ്ടായിരുന്നു, പുള്ളിക്കും ആകായിരുന്നു. ഇവരെക്കാളൊക്കെ എത്രയോ ഇരട്ടി കാശുണ്ട്. അപ്പം പുള്ളിക്ക് വേണമെങ്കിൽ സ്വർണം കൊണ്ട് ഡമ്പൽ ഉണ്ടാക്കി വർക്കൗട്ട് ചെയ്യായിരുന്നു, വേണമെങ്കിൽ ലോകത്തിൽ സ്വർണം കൊണ്ട് ജിമ്മ് തന്നെ വേണേൽ പണിയായിരുന്നു. ഇനി ലോകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പേഴ്സണൽ ട്രെയിനറെ പുള്ളിക്ക് ഹയർ ചെയ്ത് വേണമെങ്കിൽ പുള്ളിക്ക് വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പം ഇത് എന്തോരം കാശുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ശ്രമിക്കണം, ഇത് ഹെൽത്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി അതിൻ്റെ തംബ്നെയിലും അതിൻ്റെ ക്യാപ്ഷനും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ബംഗ്ലാവ് ഉണ്ട്, പക്ഷെ ബലമില്ല. ബി വെച്ച് തുടങ്ങുന്ന എല്ലാ സാധനവും ഉണ്ട്, പക്ഷെ ബലമില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? എല്ലാ സാധനവും ഉണ്ട്, മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ എന്താ കാര്യം?